മോനെ രംഗണ ഹീറോടാ ഹീറോ ഹീറോ രംഗാണതാണ് രംഗാണ്. ഷമ്മി ഷമ്മി എന്ന് പറയാമല്ലോ, ഒരു രക്ഷയില്ല. ഫാഫ ശോധന എന്ന് പറയാം. അട്ടി എന്നൊക്കെ പറഞ്ഞ ഇഞ്ചാടി എൻ്റെ മോനെ എടാ മോനല്ലേ കൊള്ളാം. സൂപ്പർ പടം, നല്ല നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അടാ മോൻ കൊള്ളാനാണ്, നല്ല പടം, അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് വാച്ചാണ്. നല്ല പടമായിരുന്നു, നല്ലൊരു എൻ്റർടൈനറാണ്. ഫഹദിൻ്റെ ഒരു അടിപൊളി റോളൊക്കെയാണ്, നല്ല സിനിമയാണ്, നല്ല പടം. അടിപൊളിയായിരുന്നു. ഫഹദിൻ്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഫുള്ളി എൻ്റർടൈനറാണ് പടം, ഭയങ്കര എൻ്റർടൈൻഡ് ആവും. നല്ല പടം. ഫസ്റ്റ് ഹാഫും കൊള്ളാം, ക്ലൈമാക്സും കൊള്ളാം. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗുണ്ട്, വേറെ കുഴപ്പമില്ല. പിന്നെ കോമഡി, സുഷിൻ ശ്യാമിൻ്റെ BGM ഒക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് വന്ന് കാണണം, വൺ ടൈം വാച്ച്. നല്ല പടം, നല്ല ഫഹദ് അടിപൊളിയായിട്ടുണ്ട്. സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കും നല്ല. വേറെ ബാക്കി പെർഫോമൻസ് വരെ പുതിയ പിള്ളേരെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നൈസ് പടമാണ്. ഫഹദിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു, നൈസ് പടം. നല്ല സിനിമ കൊള്ളാം, സൂപ്പറാണ്. എടാ മോനല്ലേ സൂപ്പറാണ്, കൊള്ളാം, നല്ല സിനിമ സൂപ്പർ. എടാ മോനല്ലേ കൊള്ളാം. മോനെയാണ് പടം മൊത്തം. നൈസ് പടമാണ് ബ്രോ, നൈസ്. ഫാഫ ശോധന എന്ന് പറയാം, നൈസാണ്. ആവശ്യം നല്ല പടം, നല്ല പടം, പൈസ വസൂൽ. നല്ല പടമാണ്, ഭയങ്കര അടിപൊളി പടം, അടിപൊളി പടമാണ്, കൊള്ളാം, എല്ലാം കൊണ്ടും കൊള്ളാം. നല്ല പടമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നല്ല പടം. ഫഹദ് ഫാസിലൊക്കെ കൊള്ളായിരുന്നു, വിഷയമായിരുന്നു. കൊള്ളാം, നല്ല പടമായിരുന്നു. പക്ഷേ കൊള്ളാം, നല്ല പടം, നല്ല പടം, കൊള്ളാം 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 കിടിലൻ പടം, ഒരു രക്ഷയില്ല. ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടം. നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നോ അതിൻ്റെ 10 ഇരട്ടിയാണ് പടം. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ച്. നമ്മൾ തമിഴ്, തെലുങ്ക് മാസ് പടങ്ങൾ കണ്ട ഈ നമ്മുടെ മലയാളി ഓഡിയൻസിന് ഒരു ട്രീറ്റാണ് ജിത്തു മാവൻ ചെയ്ത് വെച്ചിട്ടുള്ള ഔട്ട് സാധനം. അട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇഞ്ചാടി എൻ്റെ മോനെ ഒരു കിൻഡലുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങയുടെ അടി ഫൈറ്റൊക്കെ കാരണം അത്ര ഹെവി സാധനം. മലയാളത്തിൽ ഇതുപോലൊരു സാധനം ഇനി വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. അത്ര ഗംഭീരമായിട്ട് മ്യൂസിക് സുഷിൻ ശ്യാം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫൈറ്റ് എല്ലാം ടോപ്പ് നോച്ച്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പക്ക മാസ് തന്നെയാണ്, മാസിന് മാസ് അടിക്ക് എല്ലാം ഉണ്ട്. ഇത് പാക്ഡ് പടം, ഇമോഷൻ കണക്ട് വരുന്നുണ്ട്. വെൽ കുക്ഡായിട്ട് പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡയലോഗ്സും കാര്യങ്ങളെല്ലാം പക്ക. രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടർ സ്കെച്ച് ഫഹദ് ഫാസിൽ മിന്നിച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഇന്ന് ഫഹദ് ഫാസിലിൻ്റെ പടം കണ്ടത് ഞാൻ ഇന്ന് ഇവിടെ രോമാഞ്ചം. അണ്ണ ആറാടാണ്. മോഹൻലാലും മമ്മൂട്ടി പോയി കഴിഞ്ഞാൽ അടുത്ത ജനപ്രിയനല്ല നമ്മുടെ താരം എന്ന് പറയുന്നത് ഫഹദ് ഫാസിലാണ്. ഒരു രക്ഷയില്ല കേട്ടോ. അണ്ണ ആറാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാടാണ് പാടം. ഒരു രക്ഷയില്ല. ഹീറോ ഷമ്മി ഹീറോ അല്ല, രംഗണ ഹീറോ. എട്ടാ മോനെ രംഗണ ഹീറോടാ ഹീറോ. പടം കാണുക പൊളി. ഡാൻസ് തന്നെ ഒരു രക്ഷയില്ലാത്ത പടമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയണേ, നമ്മളെ കേരളക്കരയില സിനിമകൾ ഇപ്പോൾ എല്ലാം ഒട്ടുമിക്ക സിനിമകളെല്ലാം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെന്തുകൊണ്ടാണ്? നല്ല ഡയറക്ടർമാർ, നല്ല സ്റ്റോറികൾ. അതായത് ഫഹദ് ഫാസിലിനെ പോലെ ഒരു നടനെ നമുക്ക് മലയാളത്തിൽ കിട്ടുമോ? എവിടെ കിട്ടാതിരിക്കുകയാണ്? അയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ രോമമൊക്കെ എണീറ്റ് പോയി ചേട്ടാ. മോഹൻലാലും മമ്മൂട്ടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫഹദ് ഫാസിലാണ്. അതായത് ഈ തമിഴ് സിനിമ, ഹിന്ദി സിനിമ എന്തുകൊണ്ടാണ് പൊട്ടുന്നത്? എന്ത് കാര്യം കൊണ്ടാണ് പൊട്ടുന്നത്? നല്ല തിരക്കഥയില്ല. അതാണ് ഇപ്പം നമ്മുടെ മലയാളത്തിലെ എല്ലാ പടങ്ങളും ഇപ്പോൾ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, വമ്പ ഹിറ്റാണ്. രംഗണ ഹീറോടാ ഹീറോ, പോയി കാണടാ. ആട്ടം തൂക്കി വിഷു തൂക്കിയിരിക്കുകയാണ്, ആട്ടം തൂക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ആറാട്ടെന്ന് പ്രസംഗം പോലെയൊന്നുമല്ല. നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രംഗാണ്. ഷമ്മി എന്ന് പറയാമല്ലോ, ഒരു രക്ഷയില്ല. അങ്ങനെ ആറാടാണ്. സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിലറൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും സിനിമയെക്കുറിച്ചുള്ള. നമ്മൾ സിനിമ കാണുന്നതിന് മുമ്പ് കറക്റ്റ് ആ മീറ്റർ പിടിക്കണം, അതിലാണ് കാര്യങ്ങളിരിക്കുന്നത്. അല്ലാതെ നമ്മൾ അനാവശ്യമായ ഇമോഷണലി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മൈൻഡ് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നമ്മളിപ്പം പൊതുവെ പറയാം വൈബ്, വെടിച്ചില്ല്, പൊളി, ഇങ്ങനത്തെ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് മുഴുവൻ അങ്ങനെയാണ്. അതായത് നമുക്കൊരു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത് ഹോളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്കിപ്പോഴും നമ്മുടെ ആ ഒരു വൈബ്സൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ഒരു വെടിച്ചില്ല, ഇങ്ങനെ ഫാസ്റ്റ് പേസ്ഡ് അങ്ങ് പോയി നമ്മൾ ഒരു അഡ്രിനാലിൻ റഷാണ് ഈ ഒരു സിനിമ ഒരു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് തുടങ്ങിയും അതേപോലെ പോകും. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ചൊരു സ്ലോ പേസ്ഡ് പോകും. പിന്നെ നമുക്ക് തന്നെ ഒരു ആശങ്കയുണ്ടാവും, ഇത് കഥ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. കാരണം സെക്കൻഡ് ഹാഫിൽ ഒരു ടേൺ കാണിച്ചിരുന്നു, പക്ഷേ അങ്ങോട്ട് പിന്നെ കറക്റ്റ് കൊണ്ടുപോകാതെ ഒന്ന് സ്ലോ പേസ്ഡ് ആക്കി വന്ന് പിന്നെ വീണ്ടും ആ ഒരു അഡ്രിനാലിൻ റഷ് സംഭവം പിടിച്ച് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് പറയാൻ
പറയാം. ഇന്ന് രാവിലെ കണ്ട ജയ് ഗണേശനും ഇതിനും അവസാനം കാണിച്ച കുറച്ച് സാധനം, അത് സെയിം സാധനം രണ്ട് സിനിമയിൽ, അത് തികച്ച് യാദൃശ്ചികമായിട്ട് വന്നതാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ രണ്ടും ആ സിനിമയിലും അതൊരു കാണുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും, ഈ സിനിമയിൽ നമ്മൾ കാണുമ്പോൾ നന്നായിട്ട് അതങ്ങ് ഇഷ്ടപ്പെടും. അതാണ്.